എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അൺഫെയർ ആണോ അതോ ഫെയർ ആണോ എവിക്ഷൻ? അയ്യോ, ആൾക്കാർ ഇത്ര സ്നേഹം കിട്ടിയപ്പോൾ എങ്ങനെ അൺഫെയർ ആണ്? ഇനി എവിക്ഷൻ ആയത് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു പർപ്പസ് ഇവിടെ വരാനാണ്. ഐ ഗെറ്റ് ഓൾ ദി ലവ് ഫ്രം ദ ഓഡിയൻസ്. അത് കിട്ടിയതിനെ ഐ എം വെരി ഹാപ്പി. വിചാരിച്ച കാര്യം നടന്നു? വിചാരിച്ച കാര്യം നടന്നു. പിന്നെ അതിൽ ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഫൈനൽ വരെ ഞാൻ എത്തും, പക്ഷെ എനിക്ക് എത്തിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇത് വോട്ട് കുറഞ്ഞെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഐ ഡോണ്ട് ഹാവ് എ PR ഇല്ലായിരുന്നു. ഞാൻ വെരി കാഷ്വലി ഞാൻ ഷോ കിട്ടിയപ്പോൾ ഞാൻ പോയി. ഞാൻ അങ്ങനെ എന്തൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോയില്ല. PR വേണം, മാർക്കറ്റിംഗ് അത് വേണം, അങ്ങനെ ഒന്നും ചെയ്തിട്ടായിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. PR ചെയ്ത് ജയിക്കും? ജയിക്കത്തില്ല, അറ്റ്ലീസ്റ്റ് ടിൽ ദ എൻഡ് യു ക്യാൻ സർവൈവ് ഇഫ് ദർ ഇസ് PR. അതൊക്കെ എനിക്ക് അകത്ത് ചെന്നിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. എനിക്കറിയത്തില്ല. അനുമോള് 16 ലക്ഷം കൊടുത്തു പറയുന്നു PR. ഷീ സ്പെൻഡിങ് ലൈക്ക് എ ലോട്ട് ഓഫ് മണി. ഇങ്ങനെ കൊടുത്തെങ്കിൽ, പക്ഷേ എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഫാമിലി റൗണ്ടിലല്ലേ എന്താണ് ജിസേലിന്റെ ഫാമിലി വന്നപ്പോ ആര്യനെ മെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? എന്തുകൊണ്ടായിരുന്നു? അല്ല, ഞാൻ ചോദിച്ചതാണ് എൻ്റെ മമ്മീനോട്. പക്ഷെ മമ്മി പറഞ്ഞ അങ്ങനെയല്ല. ഷീ ഡിഡ്ന്റ് സീ ഹിം. ലേറ്റർ എൻ്റെ മമ്മിയെ വിളിച്ച് അവനെ they were all sitting together. We were all sitting together. So അത് ബൈ മിസ്റ്റേക്ക് ആയതാണ്, ബൈ ചോയ്സ് അല്ല. സപ്പോസ് നീ ആര്യനെ വീറ്റ് ആവുകയാണെങ്കിൽ, അങ്ങനെ ആവാതിരിക്കട്ടെ, ആവുകയാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോവോ? ഫാമിലിയെ കാണാൻ വേണ്ടി പോവോ? ആര്യന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി മീറ്റ് ചെയ്യോ? അയ്യോ, ആര്യൻ എവിക്റ്റ് ആകരുത്. ബിക്കോസ് ഹീസ് ഡൂയിങ് സോ വെൽ. നന്നായിട്ടല്ലേ കളിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് 2 weeks അവൻ നന്നായിട്ട്, ലാസ്റ്റ് ലൈക്ക് 2 weeks അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ വീക്കിൽ നല്ലപോലെ ടാസ്ക് ചെയ്ത്. പിന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആര്യനെ തോന്നുന്നു അല്ലേ ബിഗ് ബോസിൽ? ബാക്കിയുള്ള ഓഡിയൻസിന് ഫേവറേറ്റ് ഇസ് ആര്യൻ. നിങ്ങളുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പുറത്തായാലും കണ്ടസ്റ്റന്റിലായാലും കൂടുതലായിട്ട് പുറത്ത് വന്നിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജിഷിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറയാനുള്ളത്? ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയ രീതിയിലാണ് പുറത്ത് കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഗെയിമിലാണെങ്കിൽ ചില ആൾക്കാർ കുറേ നിങ്ങളുടെ എതിരാകും, റൈറ്റ്? അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാനൊന്നും പേഴ്സണലി എടുത്തില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അഭിലാഷിനെയും കാണും പുറത്ത്, ഒണിയിലായിക്കോട്ടെ, എല്ലാവർക്കും നല്ല മനുഷ്യനാണ്. ഞാനിങ്ങനെ ലൈക്ക് ഐ ഹാവ് നോട്ട് ടേക്കൻ ഇറ്റ് വെരി ഹാർഡ്. ജിസേലിന് ആര്യനോട് പ്രണയം തോന്നിയിരുന്നോ? അതെനിക്കറിയില്ല. ഇത്രയും വലിയ മുറിവായി 10 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അത് കുറെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. ഇത് വലിയ സ്റ്റിച്ചാണ്. 2 ലെയർ സ്കിൻ. ശരിക്കും ബിഗ് ബോസിൽ പട്ടിണിയാണോ? ആണ്. കണ്ടില്ല ഞാൻ എത്ര വെയിറ്റ് ലോസ് ചെയ്ത. കഞ്ഞിയാണോ ഇതിലൂടെ? കഞ്ഞി, ചപ്പാത്തി, അങ്ങനെ മട്ടൻ റൈസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി. ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് ഫുഡിന്റെ പേരും പറഞ്ഞിട്ടാന്ന് പറഞ്ഞായിരുന്നു. അത് ഉള്ളതാണോ? അതാണ്. ബിക്കോസ് നമുക്ക് ഫുഡ് കിട്ടത്തില്ല അവിടെ. ഞാൻ 2 മാസമായിട്ട് പാല് കുടിച്ചില്ല, ചായ കിട്ടിയില്ല. അതാണ് ലൈഫൊക്കെ. ബിഗ് ബോസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഈ ലക്ഷ്മി LGBTQ-നെതിരെയൊക്കെ സംസാരിച്ചില്ലേ? അതിനൊക്കെ അംഗീകരിക്കുന്നു? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഐ റിയലി സപ്പോർട്ട് LGBTQ ആൻഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ്, ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഫ്രം LGBTQ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അത് ലക്ഷ്മി അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നു? പിന്നെ ഇപ്പോഴും മേബി അവൾക്ക് നല്ല PR ഉണ്ടായിരിക്കും. നിങ്ങളെങ്ങനെ വോട്ട് തരണ്ട? നിങ്ങൾ എന്താ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ മസ്താനിയോട് ഞാൻ അത്ര സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പെണ്ണായിരുന്നു. ജനുവൻ എന്ന് വെച്ചാൽ കുറേ ദിവസമേ ഉള്ളായിരുന്നു, കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ അത്രയും എനിക്ക് അവളോട് ബോണ്ട് ആയില്ല. പക്ഷെ നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ജിസേൽ ഏറ്റവും വെറുത്തൊരു വ്യക്തിയാണ്? ഏറ്റവും വെറുപ്പ് തോന്നിയത്? വെറുപ്പില്ല. ആരോടും വെറുപ്പില്ല? വെറുപ്പൊട്ടുമില്ല. ഞാൻ എല്ലാവരും കൂടെ നന്നായിട്ടിരിക്കുന്ന, എനിക്ക് ഒരു വഴക്കും ആരുടെ കൂടെ ഉണ്ടായില്ല. അപ്പൊ എനിക്ക് വെറുപ്പ് പറഞ്ഞാൽ വെരി ബാഡ് വേർഡ്. വെറുപ്പ് നമുക്ക് ആകരുത്, ആരോടും ആകരുത്. ടോപ്പ് 5 ആരൊക്കെ? ടോപ്പ് 5 അല്ല, ടോപ്പ് 3 ഞാൻ പറഞ്ഞു. ടോപ്പ് 3 ആണോ? ആര്യൻ, അക്ബർ, അനീഷ്. ഓക്കെ. ലാസ്റ്റ് ആയിട്ട് കണ്ണാന്തുമ്പി ഒന്ന് പാടും. കണ്ണാന്തുമ്പി. ഓക്കെ, താങ്ക് യു.